ഈ ഒരു ടിപ്പ് മാത്രം മതി കോഫ്ത കറിയുടെ രുചി ഇരട്ടിയാക്കാൻ. കോഫ്ത കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇതുവരെ നിങ്ങൾ കോഫ്ത കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രക്കും ടേസ്റ്റാണ്. വിരുന്നുകാരെയൊക്കെ നിങ്ങൾക്ക് നെട്ടിക്കാൻ പറ്റും. കോഫ്ത കറിക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 10 പച്ചമുളകാണ്, പിന്നെ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ്. അതും തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് കൊടുത്തു ഇതൊന്ന് അരച്ചിട്ട് വരാം. അങ്ങനെ പച്ചമുളകും വെളുത്തുള്ളിയും അരച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലില്ലാതെ ചെറുതായി അരിഞ്ഞു വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അതും ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ വറുത്തെടുത്ത കടലമാവാണ്. പിന്നെ 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ആണ്, ഇതിൻ്റെ കൃത്യമായ അളവാണ്. പിന്നെ ചേർത്ത് കൊടുത്തത് നല്ല ജീരകം പൊടിച്ചതാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതേ അളവിൽ തന്നെ മുളക് പൊടിയും. ഇത്രയും ബട്ടറാണ് ചേർത്തത്. ഒരു 25 ഗ്രാമെങ്കിലും ഉണ്ടാവും. പിന്നെ പെപ്പർ പൗഡർ എല്ലാം കൂടി മിക്സിയിൽ നന്നായി അരച്ചെടുക്കണേ. അതിനുശേഷം ഒരു കുറച്ച് കൂടുതൽ മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായി മിക്സ് ചെയ്ത് പിന്നെ ചേർത്തത് നല്ലവണ്ണം വറുത്തെടുത്ത ഉള്ളിയാണ്. ഇതേ രീതിയിൽ തന്നെ വറുക്കണം, കരിഞ്ഞു പോകാതെ നോക്കണേ. ഉള്ളി കരിഞ്ഞു പോയാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. അങ്ങനെ എല്ലാം കൂടി ഒന്നും കൂടി അരച്ചെടുത്ത് ഇതെങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തൈരാണ്, പുളിയുള്ള തൈരാണ്. അത് നിങ്ങൾക്ക് പുളി എത്രയെന്ന് ആവശ്യം അതിന് കണക്കായിട്ട് എടുത്താൽ മതി. നമ്മൾ 1/2 പാക്കറ്റാണ് എടുത്തത് തൈര്. അതിൻ്റെ കൂടെ കുറച്ച് 10 പീസ് കാഷ്യൂനട്ടും കുറച്ച് പൊരിച്ചെടുത്ത് ഉള്ളി കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്ത് മാറ്റി വെക്കണേ. ഒന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കനും കമൻറ്റും ലൈക്കും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, അതായത് 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണേ. അതിലേക്ക് 10 ഏലക്കായ, 6 ഗ്രാമ്പു, 2 ബേ ലീഫ്, ഒരു 3 പീസ് കറുവാപ്പട്ടയും, ചെറിയ പീസ് മതിയേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ്, രണ്ടും 1 സ്പൂണും എല്ലാം നന്നായി വഴറ്റിയെടുക്കണേ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ എല്ലാം മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ചെറിയ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണേ. എല്ലാം കൂടി നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണേ. കോഫ്ത കറി ചിക്കനെ കൊണ്ട് മാത്രമല്ല മട്ടനോ ബീഫോ എന്ത് വെച്ചിട്ടായാലും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച്, ചിക്കനാകുമ്പോൾ പിന്നെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. മട്ടനും ബീഫും എല്ലാം ആകുമ്പോൾ കുറച്ച് വേവ് കൂടുതലായിരിക്കും. എളുപ്പത്തിലാകുന്നത് ഈ ചിക്കനാണ്. അങ്ങനെ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം നല്ലവണ്ണം കുറുകി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരച്ച് വെച്ച തൈരും കാഷ്യൂനട്ടും ഉള്ളിയെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണേ. ഇതൊക്കെ വളരെ കൃത്യമായ ഒരളവിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതൊക്കെ വീണ്ടും നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വന്നാൽ നമുക്ക് കോഫ്ത ഓരോന്നായി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ടിപ്പിൻ്റെ കാര്യം, അത് നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ അതിലേക്ക് പിഞ്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ കറിയുടെ രുചിയും മണവും മൊത്തം മാറി. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. പിന്നെ ചിക്കൻ ഇങ്ങനെ പൊടിയാതെ കിട്ടാൻ എല്ലാം കൂടി നല്ലവണ്ണം അരച്ചെടുക്കണേ. പിന്നെ കയ്യിലിട്ട് ഇളക്കാനും പാടില്ല. ചിക്കൻ കുറച്ച് വേവുന്നത് വരെ പതുക്കെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ കയ്യിലുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ തൽക്കാലം പോകുന്നു. ടാറ്റാ, ബൈ ബൈ.